ശവക്കല്ലറാന്ന് തന്നെ പറയാം. നേരെ പോവാ 1/2 കിലോമീറ്റർ ഈ ഒരു സ്ഥലം കണ്ടിട്ട് പോലും ഉണ്ടാവും. തോന്നിയാൽ കുറച്ചും കൂടി വലിപ്പം തോന്നിയ ഒരു ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫ്യൂൽ എഞ്ചിനീയർ 613. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവാണ്. കോട്ടയം ജംഗ്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് തിരക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടക്കണം, കാരണം 5 മണി വരെ അവിടെ ഉള്ളൂ. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ആക്കുമെന്നാണ് ഇപ്പോൾ മാപ്പിൽ കൊടുത്തേക്കണേ. സിഗ്നല് പച്ച കത്തിയിട്ടുണ്ട്, നമുക്ക് വേഗം പോവാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ലോങ് റൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ലോങ് എന്തോരം വേണമെങ്കിലും എത്ര സ്ട്രെച്ചിൽ വേണമെങ്കിലും ഇരുന്ന് ഓടിക്കും, എനിക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നടുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അത് കാര്യമാക്കില്ല. ഇപ്പോൾ അത്രയ്ക്ക് അസഹനീയമായിട്ടുള്ള രീതിയിലുള്ളൊരു നടുവേനയൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ചവിട്ടും, ഒരു ചായ കുടിക്കും, ഒന്നിൽ കിടന്ന് ഉറങ്ങും. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പമ്പിൽ വണ്ടി നിർത്തിയിട്ട് നേരെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇടാം, ചായ കിടക്കുക, ഉറങ്ങുക, അത്ര തന്നെ. അല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും ഇങ്ങനെ ഓടിച്ചു പോകാനായിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിനാൽ എനിക്ക് കൂടുതൽ ലോങ് റൈഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 കിലോമീറ്ററിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ്. തൃശ്ശൂർ ചെറമങ്ങനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ കുറച്ച് അവശേഷിപ്പുകൾ, അല്ലെങ്കിൽ അതിന് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബറിയൽസ് ആണ്. അതായത് പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരെ ശവസംസ്കാരം നടത്തിയിരുന്ന വെച്ചാൽ ഒരു ഇതുണ്ടായിരുന്നു, ബറിയൽസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അവശേഷിപ്പുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ ഇതാണ് അതിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ തന്നെ വൈകി. എഴുന്നേറ്റതും ഞാൻ ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് ഇന്ന് എഴുന്നേറ്റ സമയത്താണ് ഇങ്ങനെ ഈ ടെക്സ്റ്റ് ബുക്ക് കാണാനിടേണ്ടതും അത് മറിച്ച് നോക്കി കുറേ നേരം ഇന്ന് വായിച്ചു. അതിനുശേഷം ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് അതെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് റൂം അടച്ച് ക്ലോസ് ചെയ്തിട്ട് നേരെ ഇറങ്ങി, ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നേരെ ഇറങ്ങി. അപ്പോൾ നേരെ പോവാണ്. നിങ്ങൾ ഇത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 80% ആൾക്കാരും ഈ സ്ഥലത്തെ പറ്റി ഒരു അറിവില്ലാത്തവരായിരിക്കുള്ളൂ, ഈ സ്ഥലം കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കുള്ളൂ. കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒന്ന് കോമൻറ്റ് ചെയ്യുക. തൃശ്ശൂർ പാലേക്കര ടോളെത്തി നമ്മളിപ്പോൾ. ഏതൊരു മലയാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോള് കൊടുക്കാതെ ഇങ്ങനെ ഓരോ ടോളിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകാൻ പറ്റുന്നൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ, ഒരു മനസ്സുഖം. ബൈക്കറായതുകൊണ്ടാണ്. മഴ മാറി വെയിൽ വരണമെന്നേ ആഗ്രഹിച്ചുള്ളൂ, പക്ഷേ ഇതിപ്പോൾ ഒരുമാതിരി മെനക്കെട്ട വെയിലായിപ്പോയി. ഇതിപ്പോൾ പാലക്കാട് ഹൈവേ ആണ്. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ, 1 മണിക്കൂറത്തെ യാത്രയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് നേരെ പോവാ 1/2 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ വേണം, അത് കഴിഞ്ഞ് നോക്കിയിട്ടില്ല. കുടക്കല്ല് പറമ്പ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ചെറമങ്ങനാട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുടക്കല്ല് പറമ്പ് മെഗാലിത്തിക് ബറിയൽ സൈറ്റ് എന്ന് പറയുന്നതിന്. നമ്മുടെ സൈറ്റ് കാര്യങ്ങൾ, നമ്മൾ വരാനുദ്ദേശിച്ച സ്ഥലവും അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഈ ഇത് എല്ലാം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ തൊപ്പിക്കല്ലെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ്, അതായത് താഴെയാണ് നമ്മൾ ഈ നന്നങ്ങാടികൾ ഇറക്കി അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നത്. ഇതിൻ്റെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അതായത് ശവക്കല്ലറാന്ന് തന്നെ പറയാം. അവിടെയാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അതാണ് വീരക്കല്ലുകൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഹൂട്ട് സ്റ്റോൺ എന്ന് പറയുന്നതാണ് ആ കാണുന്നത്.
എനിക്ക് തോന്നിയതിൽ കുറച്ചും കൂടി വലിപ്പം തോന്നിയ ഒരു കല്ലെന്ന് പറയുന്നത്, കുടക്കല്ലെന്ന് പറയുന്നത് ഇതാണ്. ഒരു ജില്ലയിൽ നമ്മുടെ ചേരമങ്ങാട്, അതായത് ഇവിടെ പിന്നെ അരിയന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് അവിടെ മാത്രമാണ് ഈ ഒരു കുടക്കല്ല് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഈ കുടക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു കുടയുടെ ആകൃതിയിലാണ് നമുക്കിത് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കല്ലുകൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ വലിയൊരു പാറക്കഷ്ണം എടുത്ത് വെക്കുന്നു. എങ്ങനെ ഇത് വെച്ചു എന്നതിന് യാതൊരു തെളിവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ദ ഫ്യൂൽ ഇൻജെക്ടർ 613. സ്റ്റേ ട്യൂൺ. ബൈ.